രണ്ടാളുകൾ ഞങ്ങൾക്കെതിരായി ഒത്തിരി നുണ പറഞ്ഞു. അതിലൊരാൾ പറഞ്ഞത് സ്വാമിമാർ കയ്യേറാത്ത സംഗമം ശബരിമല പമ്പയിൽ അത് വിശുദ്ധമല്ല. പിന്നെ ഏത് സ്വാമി കയറിയ സംഗമം വിശുദ്ധമായത്? പന്തളത്ത് ബാബുസ്വാമിയെ തീവ്രവാദി എന്ന് വിളിച്ച ആ സംഗമം അത് കൊള്ളാം. അപ്പോൾ ഇദ്ദേഹം പൂർവാശ്രമത്തിലേക്ക് തിരിച്ചു പോയോ? സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. ഞാൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ ആദ്യം അദ്ദേഹം എന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താ, പന്തളത്തെ തീവ്രവാദി സ്വാമി പിന്നെ പ്രസംഗിച്ച അയ്യപ്പ സംഗമത്തെ കുറിച്ച് കോൺഗ്രസ്സുകാരനായ സന്ദീപ് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, തീവ്രവാദി സ്വാമി ഇപ്പൊ കേരളത്തിൽ ഏത് ജയിലിലാണ് ഉള്ളത്? പിണറായി വിജയന്റെ പോലീസ് പിടിച്ച് അകത്തിട്ടിട്ടുണ്ടോ? അതല്ല ഉദ്ദേശം. പിണറായിയെ CP സുഗതൻ ഈ ഹിന്ദുത്വം പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ CP സുഗതനാണ് ഇവർക്ക് ഹിന്ദുത്വത്തിന്റെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് CP സുഗതന്റെ ക്ലാസ് എടുത്ത് ഹിന്ദുത്വം പഠിച്ച് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അയ്യപ്പ സംഘം നടത്തിയിട്ടുള്ള അനിൽകുമാറിന്റെ പാർട്ടി സന്ദീപ് വാര്യരുടെ പൂർവ്വ ആശ്രമം ഒന്നും പരിശോധിക്കേണ്ട. ഞാൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ കോൺഗ്രസ് ആണ്. നിങ്ങൾ തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് മനസ്സിലായല്ലോ. എന്ത് ചെയ്യും? എനിക്ക് അനിൽകുമാറിന് ഒരു കാര്യം പറയുള്ളൂ, അയ്യപ്പന്റെ കട്ട മുതൽ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ എന്നിട്ട് വർത്താനം പറയണം. നിങ്ങൾ ശബരിമല എന്ന് കട്ട് കൊണ്ടുപോയ മുതൽ അത് തിരിച്ചു പിടിക്കണം, അത് തിരിച്ചു കൊടുക്കണം. നിങ്ങളെയാണ് ജനങ്ങൾ സംശയിക്കുന്നത്. ഇവിടെ ശബരിമലയിലേക്ക് പിണറായി വിജയൻ പോയപ്പോൾ തന്നെ അയ്യപ്പ ഭക്തർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. കാരണം അയ്യപ്പനിലേക്ക് മീശമാധവൻ വിഗ്രഹത്തേക്ക് നോക്കിയതുപോലെയാണ്. സാധനം പൂന്ന് ഉറപ്പായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിക്കുന്നതിൽ ശ്രദ്ധക്കുറവ് പറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?